നോക്കു പ്രിയ, നീ പ്രതീക്ഷിക്കാത്തൊരു ഓഫർ ഞാൻ നിനക്ക് തരാം. 1 കോടി രൂപ. പറഞ്ഞ എമൗണ്ട് റെഡിയാണ്. പറയാ. ഐ നോ ഇറ്റ്സ് എ ടെംപ്റ്റിംഗ് എമൗണ്ട്. പക്ഷെ ഇപ്പോഴേ സമ്മതിക്കണ്ട. വേണ്ടെന്ന് തീർത്തും പറഞ്ഞേക്ക് പ്രിയ. പണം തന്ന വിലക്കെടുക്കാനാവില്ല. സോറി. പ്രിയയ്ക്ക് ആദ്യം ഒരു ചെറിയ മോഹം തോന്നിയതാ. പിന്നെന്താ പറ്റിയെന്നറിയില്ല. കാശ് വാങ്ങിച്ചവളെ കേസ് പിൻവലിക്കുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല. ആ പെണ്ണിന്റെ മനസ്സിൽ വേറെന്തോ ഉണ്ട്. അതുകൊണ്ടാ ഒന്നിനും അടുക്കാത്ത. പക്ഷേ തൽക്കാലം അവളത് ചോദിക്കാതെ വിട്ടത് സമയം വരുമ്പോ ചോദിക്കാനായിരിക്കും. പ്രിയൊരു മഹാഫ്രോഡാണെന്ന് മനസ്സിലായതല്ലേ? പിന്നെ എന്തിനാ അവളോട് നിങ്ങൾ സംസാരിക്കാൻ പോയത്? മേഘന പോയപ്പോ ജയേട്ടൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ പോയതാണല്ലേ പ്രശ്നം. അപ്പോ മേഘനയ്ക്ക് മിഥുനോടുള്ള സ്നേഹം നിങ്ങളുടെ കണ്ണി കാണുന്നുണ്ട്. പക്ഷെ എന്റെ സ്നേഹം കാണാൻ പറ്റുന്നില്ലല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല രണിമേ. മേഘനയുടെ ഇന്നസെൻസ് ആണ് അവളെ അവിടെ എത്തിച്ചത്. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? എന്നിട്ട് നീ എന്തിനാ ആ പ്രിയയെ കാണാൻ വേണ്ടി പോയത്? എന്തിനാ അവളുടെ കാല് പിടിക്കാൻ ശ്രമിക്കണം? നോക്ക് ചേട്ടാ, എന്റെ മോനെ രക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനൊരു ശ്രമം നടത്തി. അഭിനന്ദിക്കുന്നതിന് പകരം അവഹേളിക്കുന്നത് എന്തിനാ? മോം, ഡാഡ്, വാട്ട് ഇസ് ദിസ്? തൽക്കാലം നമ്മുടെ കയ്യിൽ ബെയിലില്ലേ? ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സിറ്റുവേഷനും കൂളാണ്. എന്തിനാ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നേ? മിഥുൻ, ഇനി നമ്മൾ ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കണം. അശ്രദ്ധയോടുകൂടിയുള്ള ഓരോ ചുവടും ഏതാപത്ത് വരുത്തി വെക്കുമെന്ന് ഒത്തിരി പേടിക്കേണ്ടിയിരിക്കുന്നു. Excuse me? എന്താ സർ? എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? മിഥുൻ ബെയിലിന് പുറത്തു വന്ന ആളാ. അത് പോരാഞ്ഞിട്ടാണോ നിങ്ങളുടെ വീട്ടുകാര് ആ പ്രിയെ ഭീഷണിപ്പെടുത്തുന്നതും കേസ് പിൻവലിക്കാൻ പറയുന്നതും? എന്താ ഉദ്ദേശം? അല്ല സർ, ഇവിടെ ആരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. നിങ്ങൾക്ക് ഇവിടുന്ന് റോങ് ഇൻഫർമേഷൻ കിട്ടിയതാ. നിങ്ങൾ ഭീഷണിപ്പെടുത്താൻ ചെന്നു എന്നുള്ളത് സത്യം. അതൊന്നും ഞങ്ങൾ അറിയില്ല എന്ന് കരുതിയാൽ അത് നിങ്ങളുടെ വിഡ്ഢിത്തം. ഇല്ല സാറേ, ഞാൻ പറയുന്നത് സത്യ. ജയദേവ, അരുണിമ ആ പ്രിയെ കാണാൻ പോയിരുന്നു. വലിയൊരു തുക ഓഫർ ചെയ്യുകയും ചെയ്തു. വേണ്ടെന്ന് പറഞ്ഞപ്പോ കേസ് പിൻവലിക്കാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആ പെൺകുട്ടി വീണ്ടും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എന്ത്? വീണ്ടും കംപ്ലൈന്റ് ചെയ്തെന്നോ? അതെ മാഡം, നിങ്ങൾ പേടിപ്പിച്ച എല്ലാവരും പേടിക്കുമെന്ന് കരുതണ്ട. നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാനാ ആ പെൺകുട്ടി വീണ്ടും കേസ് ഫയൽ ചെയ്തത്. മിസ്റ്റർ മിഥുൻ, വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോണമല്ലോ.
സർ, എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാനാണ്. അവളെ കാണാൻ പോയതും ക്യാഷ് ഓഫർ ചെയ്തതും ഞാനാ. കേസ് പിൻവലിക്കണമെന്ന് അവളോട് പറഞ്ഞത് ഞാൻ തന്നെയാ. നിങ്ങളിപ്പോ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നെയാണ് ഇൻസ്പെക്ടറെ. എന്റെ മകനെ വെറുതെ വിടണം പ്ലീസ് സർ. അരുണിമ മാഡം, ഈ കേസിലെ 1-ാം പ്രതി നിങ്ങളുടെ മകനാ. പ്രിയയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, എവിടെന്ന് ഭീഷണി ഉണ്ടായാലും, ഏത് ആപത്ത് ഫേസ് ചെയ്യേണ്ടി വന്നാലും അതിന് ഉത്തരവാദിയാകേണ്ടത് നിങ്ങളുടെ മകൻ മാത്രമാണ്. നിങ്ങൾ ചെയ്തൊരു വിഡ്ഢിത്തം അയാളെയാണ് ബാധിക്കുന്നത്. മിസ്റ്റർ മിഥുൻ, വരൂ, നമുക്ക് പോവാം. മിഥുൻ വന്നേ. സർ 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 ഒന്ന് നിക്കണേ സർ. അമ്മ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തതായിരിക്കില്ല. മകനോടുള്ള സ്നേഹം കാരണമായിരിക്കും ആ പ്രിയയുടെ കാല് പിടിക്കാൻ പോയത്, അല്ലാതെ അവളെ അപകടപ്പെടുത്താനായിട്ടല്ല. ശരിയാ, ഇന്നലെ നിങ്ങൾ പോയി കാല് പിടിച്ചു, ഇന്ന് അയാളുടെ അമ്മ പോയി കാല് പിടിച്ചു, നാളെ അയാളുടെ അച്ഛനായിരിക്കും അങ്ങോട്ട് പോവുക. മിഥുനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ ആ പെണ്ണിനെ ഭീഷണിപ്പെടുത്തിയ അത് മിഥുന് തന്നെയാ പ്രശ്നം. അതെന്താ മനസ്സിലാക്കാത്തെ? അങ്ങനെ പറയില്ലേ, ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. ആ പ്രിയയ്ക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ ആരും ഇതുവരെ അവളെ ഉപദ്രവിച്ചിട്ടുമില്ല. അങ്ങനെ വലുതും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ നിൽക്കില്ലായിരുന്നു. രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ. മിസ്റ്റർ മിഥുൻ, നടക്കാൻ കൊണ്ട് മാറി നിൽക്കും മാഡം. സർ, മിഥുനേട്ടാ, മേഘന, വിവേക്, നിങ്ങളെന്താ ഇവിടെ? ബെയില് കിട്ടിയോ? ഇതുവരെ കിട്ടിയില്ല. ഏട്ടത്തിക്ക് ഏട്ടനെ കാണണമെന്ന് പറഞ്ഞപ്പോ വിളിച്ചോണ്ട് വന്നതാ. മിഥുനേട്ടൻ വിഷമിക്കാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല. എങ്ങനെയും പുറത്തു കൊണ്ടുവരാനുള്ള വഴി നോക്കുന്നുണ്ട്. എനിക്ക് കുറച്ചു നേരമായിട്ട് ഇടംകണ്ണ് വല്ലാതെ തുടിക്കുന്നുണ്ട്. ഇടംകണ്ണ് തുടിക്കുന്നുണ്ടെന്നോ? അതിനെന്താ? സ്ത്രീകളുടെ ഇടംകണ്ണ് തുടിക്കുന്നത് ശുഭസൂചനയാന്നാ പറയാ. ശുഭകരമായത് എന്തോ നടക്കാൻ പോവാ. മിഥുനേട്ടന് ഒന്നും സംഭവിക്കില്ല, നോക്കിക്കോ. നോക്കിക്കോ ഏട്ടാ, ഒരു പ്രയാസം കൂടാതെ നിഷ്പ്രയാസേട്ടൻ പുറത്തു വരും. ഇത് പറയാനാണ് നീ ഇങ്ങോട്ട് വന്നേ? ഏട്ടന് പുറത്തു വരാൻ ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടായിരിക്കും. ഏട്ടനെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഏട്ടൻ ഇവിടെ ഇരുന്ന് വിഷമിച്ച ഞങ്ങൾക്ക് അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. ശരി, വെക്കോളൂ. വിവേക്, മേഘനയും കൂട്ടിക്കൊണ്ടുപോ. മിഥുനേട്ടന് ഒന്നും സംഭവിക്കില്ല, എന്റെ മനസ്സ് പറയുന്നുണ്ട്. മിഥുനേട്ടനെ ഒന്നും ആലോചിക്കാതെ ധൈര്യമായിട്ട് ഇരുന്നോളൂ. ശരി മേഘനെ. മിഥുൻ, ഇപ്പോഴാ കാര്യം അറിഞ്ഞ്. യു ഡോണ്ട് വറി, ഞാൻ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാന്നും പറഞ്ഞു.
അത് നമ്മുടെ കൈ, അത് നമ്മുടെ കൈകളിലല്ലല്ലോ മഞ്ജരി. നിങ്ങൾ സംസാരിച്ചു നിൽക്ക്, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. മഞ്ജരി ഒന്ന് അവിടെ നിന്നേ. നീയും മിഥുനേട്ടനും തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല. സത്യമായിട്ടും മഞ്ജരി, ഈയിടെ ഞാനും മനസ്സിലാക്കി തുടങ്ങിയത് ഇത്രയും നല്ലൊരു കൂട്ടുകെട്ട് ലോകത്ത് ആർക്കും കിട്ടില്ല. നിന്നെപ്പോലെ ഒരു കൂട്ടുകാരിയെ കിട്ടിയത് സത്യമായിട്ടും മിഥുനേട്ടന്റെ ഭാഗ്യമാണ്. ഏട്ടന് വേണ്ടി എന്തൊക്കെയാ നീ ചെയ്യുന്നേ? ഏട്ടന് വല്ലതും പറ്റിയ എന്നെക്കാളും വേദനിക്കുന്നത് നിനക്കാ. നിന്നെപ്പോലെയുള്ള ഫ്രണ്ടിനെ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. മാഡം, സമയം ഒരുപാടായി, നിങ്ങൾ പോയിക്കോളൂ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണം. മിഥുനേട്ടാ, മിഥുനേട്ടന്റെ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ. അപ്പൊ തിന്മയൊന്നും നടക്കില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ഉപദ്രവിച്ച ആ ദൈവം പോലും പൊറുക്കില്ലേട്ടാ. അതുകൊണ്ട് തന്നെ ഏട്ടൻ എത്രയും വേഗം പുറത്തു വരാൻ കഴിയും. ഒരു കാരണവശാൽ ഏട്ടൻ പേടിക്കരുത്. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഏട്ടത്തി, പോയാലോ? നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചന്തു. പ്രിയേ, ശീലമില്ലാതെയല്ലേ കടലിലേക്ക് ഒരു യാത്ര തുടങ്ങിയത്? വലിയൊരു വല വീശുകയും ചെയ്തു. വല എറിഞ്ഞ സ്ഥിതിക്ക് 1-2 മീനുമായിട്ട് കോംപ്രമൈസ് ചെയ്യണോ? കുറച്ചു നേരം കൂടെ കാത്തിരുന്ന ഇനി വല്ല തിമിംഗലോ സ്രാവോ മറ്റോ കുടുങ്ങിയാലോ? 1 കോടി രൂപ ചന്തു, എത്ര വർഷം കഷ്ടപ്പെട്ടാലും നമുക്കത് കിട്ടുക. അത് വാങ്ങിച്ചോണ്ട് ലൈഫ് സെറ്റിൽ ചെയ്യാന്ന് വെച്ചാ? എന്റെ പൊന്നു പ്രിയേ, നിനക്ക് പോയിന്റ് മനസ്സിലാവാഞ്ഞിട്ടാ. ഈ നന്ദൻ ഫാമിലി കോടീശ്വരന്മാരാ. അതുകൊണ്ടല്ലേ നമുക്ക് 1 കോടി വലിച്ചെറിഞ്ഞത്. ആ 1 കോടി മാത്രം മതിയെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? 5 കയ്യിൽ കിട്ടണ്ടേ? നോ, 10 ചോദിച്ചാലും കിട്ടും. കുറച്ചുകൂടെ ക്ഷമയുണ്ടെങ്കിൽ 20 ആണെങ്കിലും തടയും. എന്ത്? 20 കോടിയോ? യെസ്. നമ്മള് അത്യാഗ്രഹം കാണിക്കുകയാണോ? ഓൾറെഡി അത്യാഗ്രഹം തന്നെ ആണല്ലോ. ഇനിയിപ്പോ അതിൽ പിശുക്ക് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ? ഭാഗ്യദേവതയാ. അത്ര പെട്ടെന്നൊന്നും അങ്ങനെ വിട്ടുകളയരുത്. കൃത്യമായി പ്രയോജനപ്പെടുത്തണം. എന്നാലും ആരായാലും അത്രയൊക്കെ തരുമോ? വലിയെടുത്ത ആൾക്കാര് മാനം രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാവും. ഇപ്പൊ അവർക്ക് ബെയിൽ കിട്ടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ചോദിച്ചാലും അവര് തരാൻ മടിക്കില്ല. വീണ്ടും അവര് നിന്നെ കാണാൻ വരും. ആവശ്യമുള്ളത്രയും ഡിമാൻഡ് ചെയ്ത് കയ്യോടെ വാങ്ങിച്ചോ.
ഏട്ടത്തി വീണ്ടും വീണ്ടും അത് തന്നെ കണ്ടുകൊണ്ടിരുന്ന മനസ്സിന് കൂടുതൽ വിഷമാവും. രാവും പകലും ഏട്ടത്തി അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? മിഥുനേട്ടൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചല്ലാതെ മറ്റെന്തിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുക? എന്റെ പൊന്നേട്ടത്തി എന്ന് കരുതി സ്വന്തം ഹെൽത്ത് വിട്ടുകളയണോ? ഏട്ടൻ പുറത്തിറങ്ങുന്നത് വരെ എന്റെ തൊണ്ടയിൽ നിന്നൊന്നും ഇറങ്ങില്ല. പിന്നെ എങ്ങനെ ഞാൻ ആരോഗ്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക വിവേക്? എന്നാ പിന്നെ എന്താ ചെയ്യണ്ടേ? നമ്മളിവിടെ നടത്തുന്ന ഓരോ നീക്കവും ആ പ്രിയ അവൾക്ക് ഫേവർ ആക്കി അവിടെ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്താലും അത് മറ്റൊരു അപകടത്തിലേക്കാ കൊണ്ടുചെന്ന് എത്തിക്കുന്നേ. അതപ്പ എന്റെ പേടി. അപകടമാണെന്ന് അറിയുമ്പോഴാ നമ്മൾ സൂക്ഷിച്ച് തീരുമാനം എടുക്കണ്ടേ. എന്ന് വെച്ചാ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. വജ്രം മുറിക്കാൻ വജ്രം തന്നെ വേണം. മേഘനടുത്തി നിർത്തിക്കേ. നേരെ ചൊവ്വ പറഞ്ഞാൽ തന്നെ എനിക്കൊന്നും മനസ്സിലാവില്ല. അതും പോരാഞ്ഞ് ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാ എനിക്കൊരു കുന്തവും മനസ്സിലാവില്ല. എന്റെ ഏട്ടത്തി ഒന്ന് ചിരിച്ചല്ലോ, സന്തോഷായി. എപ്പോഴും ഇങ്ങനെ ചിരിക്കണം. ഏട്ടന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാക്കാം പ്ലീസ്. അതിരിക്കട്ടെ ഏട്ടത്തി, കുറച്ചു മുന്നേ എന്തോ പറഞ്ഞല്ലോ, മുള്ളോ വജ്രോ അങ്ങനെ എന്തൊക്കെയോ. നമ്മൾ നേരായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. ആ പ്രിയ ഒരു കള്ളം പറഞ്ഞല്ലേ ഇത്രയും ദൂരം പിടിച്ചു നിൽക്കുന്നേ. അപ്പൊ നമ്മളും അതേ വഴിയിൽ സഞ്ചരിക്കണം. ആ കള്ളം പറയാൻ അറിയില്ല, ചതിക്കാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞ ആളാണോ ഇപ്പൊ ആ വഴിക്ക് സഞ്ചരിക്കാൻ പറയുന്നേ? ഒരു നിരപരാധിയെ രക്ഷിക്കാൻ വേണ്ടി പറയുന്ന കള്ളം സത്യത്തെക്കാളും വളരെ വലുതാണ്. എന്റെ പൊന്നു മേഘനടത്തി, ഞാൻ സൊല്ലുട്ടോ. കൊട്ടേഷൻ ഓഫ് ദി ഇയർ. കളിയാക്കല്ലേ വിവേക്? ശരി എന്നാ വിട്ടോ. നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. എന്നാ പിന്നെ അതെന്താന്ന് പറ. നമ്മള് വേറൊരു നമ്പരിൽ നിന്ന് പുതിയ പേരിൽ പ്രിയയെ വിളിക്കണം. എന്നിട്ട് നമ്മൾ മിഥുന്റെ ശത്രുക്കളാന്ന് പറയണം. ഞങ്ങളെ നിന്റെ കൂടെ കൂട്ടിയാ നിനക്ക് അവർ ഓഫർ ചെയ്യുന്നതിനേക്കാളും 2 ഇരട്ടി പണം നമ്മൾ വാങ്ങിച്ചു തരാന്ന് പറയണം. ആ പേരും പറഞ്ഞുകൊണ്ട് വേഷം മാറി നമ്മൾ അവളുടെ മുന്നിൽ ചെന്ന് അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിക്കണം. എന്നിട്ട് രഹസ്യമായിട്ട് ആ വീഡിയോ റെക്കോർഡ് ചെയ്യണം. പ്ലാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ബട്ട് അവള് നമ്മളെ വിശ്വസിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇന്റർനെറ്റിൽ ഒരു ഫേക്ക് കമ്പനിയുടെ പേരിൽ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങാനും അവൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പൊ തന്നെ അവൾ വിശ്വസിച്ചോളും. എന്നാ പിന്നെ ഞാനത് ആദ്യം ചെയ്യട്ടെ. ഏട്ടതി അതിരിക്കട്ടെ, നമ്മൾ എങ്ങനെയാ അങ്ങോട്ട് പോകാൻ പോകുന്നേ? ആ വിവേക് ഒരു സർദാർജിയുടെ വേഷത്തിൽ. നിന്റെ പേര് കബീർ സിംഗ്. ഞാൻ നിന്റെ മൂത്ത ചേച്ചി കമലാ സിംഗ്. ബല്ലേ ബല്ലേ, ഒളി ഐഡിയ ആണല്ലോ ഏട്ടത്തി. ഏട്ടത്തി ഓൾ സെറ്റ്. ആ ഇനി നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഹലോ, ആരാ ഇത്? പ്രിയ തന്നെയാണോ സംസാരിക്കുന്നത്? അതേലോ, നിങ്ങളാരാ? നീ സ്പീക്കർ ഓൺ ചെയ്. ഞാൻ മിഥുന്റെ ഒരു ശത്രുവാണ്. അതിനിപ്പോ ഞങ്ങളെ വിളിക്കുന്നത് എന്തിനാ? മിഥുനാണ് മേരാ ബിസിനസ് കുഴിയിലാക്കി കുളം തോണ്ടിയത്. ഈസിലിയെ നിങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓ മിഥുൻ ക സ്റ്റോറി ഖത്തം കർനാ ചാഹിയേ. അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. മേറൊക്കെ മാലും അവന്റെ മമ്മി ഓഫർ ചെയ്ത മണിയേക്കാളും 10 times ഞാൻ കൂടുതൽ തരും. മേരെ കോ ഉസ്കോ ഖത്തം കർനാ ചാഹിയേ. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. നിങ്ങളുടെ പേരെന്താണെന്ന് പോലും പറഞ്ഞില്ലല്ലോ, പിന്നെങ്ങനെ നിങ്ങളെ ഞാൻ വിശ്വസിക്കുക? മേരാ നാം ഹേ കബീർ സിംഗ്. മേരാ ദീദി കാ നാം ഹേ കമലാ സിംഗ്. വൈഡൂരെ ഹോട്ടൽസിന്റെ ചെയർമാൻ ആണ് ഞാൻ. പറയണം സർ. മേഘനടുത്ത് അവരിപ്പോ നമ്മുടെ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ട്. അതാ പെട്ടെന്ന് സാറേന്ന് വിളിക്കുന്നത്. എന്നാ നീ നിർത്തണ്ട, സംസാരിക്ക.
तुम्हारे लिए ओके है तो कल मैं मणि भेजेगा. അതിരിക്കട്ടെ, ഞങ്ങൾ നിങ്ങളെ കാണാൻ എവിടേക്കാ വരണ്ടേ? ടൈം ആൻഡ് ലൊക്കേഷൻ ഞാൻ അയക്കാം. അപ്പോൾ വന്നാൽ മതി. ഓക്കെ സർ, ഞങ്ങൾ വരാം. വരുന്ന സമയം കൂടെ ആരെങ്കിലും കൂട്ടിക്കോളും. എന്തിനാ? അതെന്തിനാണ് സർ? കാസിന്റെ ബാഗ് ബഹുത് ജ്യാദാ ഭാരം ഉണ്ടാവും. ഒറ്റയ്ക്ക് പക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ സർ, ഞാൻ കൂട്ടിക്കോളാം. ആരെങ്കിലും സഹായത്തിന് വിളിക്കാം. See you at my guest house. ഏട്ടത്തി.